നമസ്കാരം. ടാഗോർ കവിതയുടെ മാസ്മരികതയെക്കുറിച്ച് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ മക്കളാണ് നാളത്തെ പൗരന്മാർ. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളും ശീലങ്ങളും ബന്ധങ്ങളും അവർക്കും സമൂഹത്തിനും ഗുണകരമാകണം എന്ന് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട്. ഇത്യാദി കാര്യങ്ങളുടെ കൃത്യമായ അടയാളപ്പെടുത്തലുകളാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മഹത്തായ കവിത. കഥാകൃത്തും നോവലിസ്റ്റും നാടകകൃത്തും പ്രബന്ധകാരനും പ്രഭാഷകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഋഷിതുല്യനായ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. സങ്കുചിതമായ ദേശീയതയ്ക്കപ്പുറമുള്ള മാനവികതയുടെ ഉപാസകനായ കവി ദേശീയ നവോത്ഥാനത്തിൻ്റെ ഉണർത്തുപാട്ടുകാരനായി. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും പ്രാപ്യനല്ല ദൈവം എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതോടൊപ്പം പൗരനിൽ ആത്മാഭിമാനം വളർത്തുന്ന ഒട്ടേറെ കവിതകൾ അദ്ദേഹം നമുക്ക് സംഭാവന നൽകി. ബ്രഹ്മത്തരുടെയും വമ്പന്മാരുടെയും മുമ്പിൽ ലാളിത്യത്തിൻ്റെ വെള്ളക്കുപ്പായമണിഞ്ഞ് നിലകൊള്ളാൻ സങ്കോചമെന്തിന്? കിരീടം വിനയത്തിൻ്റെതാകട്ടെ, സ്വാതന്ത്ര്യം ആത്മാവിൻ്റേതായിരിക്കട്ടെ. കൊടിയ വെറുതിയുടെ വരണ്ട പാടത്ത് ദൈവത്തിൻ്റെ സിംഹാസനം പണിയുക. വലിപ്പമുള്ളതെല്ലാം മഹത്വമുള്ളതല്ലെന്നറിയുക. ധാർഷ്ട്യം നിത്യമല്ലെന്ന്. മനുഷ്യൻ ഭയരഹിതനായി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കണമെന്ന് കവി ആഗ്രഹിക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ചേരികൾ ഉണ്ടാകാൻ പാടില്ല. വിവേകം ഒരു തെളിഞ്ഞ പുഴ പോലെ ഒഴുകുകയാണ്. ആ വിവേകം അന്ധവിശ്വാസങ്ങളുടെ മരുഭൂമിയിൽപ്പെട്ട് തടസ്സപ്പെടാൻ പാടില്ല. പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്റ്റാറ്റസ് ബട്ട് ഇറ്റ്സ് എ പ്രോസസ് എന്ന തത്വം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. നാം നന്നാകാൻ നമ്മുടെ ചിന്തകൾ നന്നാകട്ടെ, അതുവഴി നമ്മുടെ ശീലങ്ങൾ നന്നാകട്ടെ. ഗീതാഞ്ജലി എന്ന നൊബൽ സമ്മാനത്തിന് അർഹമായ ഗദ്യ കവിതകളുടെ സമാഹാരത്തിൽപ്പെട്ട വാട്ട് ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമന്നത്, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും, മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാടൊന്നുയരണേ ദൈവമേ. കേൾക്കാൻ നമുക്ക് ആ കവിത. ജോൺ എഫ് കെന്നഡി സ്കൂൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സെല്യൂട്ട് ദ ട്രൈക്കളർ എന്ന ടൈറ്റിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട 5ാം ക്ലാസ്സുകാരി ശ്രീമിത്ര ശ്രീൽ ആലപിച്ച മനോഹരമായ കവിത വാട്ട് ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ കേൾക്കാം. Where the mind is without fear by Rabindranath Tagore. Where the mind is without fear and the head is held high into that heaven of freedom, my father, let my country awake. Where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words have not been come out from the depth of truth, into that heaven of freedom, my father, let my country awake. Where tireless striving stretches its arms towards perfection, into that heaven of freedom, my father, let my country awake. Where the clear stream of reason has not lost its way to the dreary desert of sand of dead habit, into that heaven of freedom, my father, let my country awake. Where the mind is led forward by thee into ever-widening thought and action, into that heaven of freedom, my father, let my country awake. Into that heaven of freedom, my father, let my country awake. Let my country awake. Let my country awake.